അർജുന്റെ മൃതദേഹവുമായുള്ള വിലാപയാത്ര അല്പസമയത്തിനകം തന്നെ പുളാടിക്കുന്നിലേക്ക് എത്തും. പുളാടിക്കുന്നിൽ ലോറി ഡ്രൈവർമാരുടെ കൂട്ടായ്മ ഉൾപ്പെടെ സുഹൃത്തുക്കളും നിരവധി പേരും അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. പിന്നീട് വിലാപയാത്രയായി അവിടെ നിന്ന് കണ്ണാടിക്കലിലേക്ക് പോകാനാണ് തീരുമാനം. മിഥില ബാലൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മിഥില, ഈ കൂടി നിന്നവരെല്ലാം പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് യുവാവാണ്, ഇപ്പോഴും അധികം പ്രായമായില്ല, വളരെ കുറഞ്ഞ കാലമേ ജീവിച്ചുള്ളെങ്കിലും സാർത്ഥകമായ ഒരു ജീവിതം ജീവിച്ച് സഫലമായ ഒരു യാത്രയാണ്. ആ യാത്രയയപ്പാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുവനും. എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി മാറിയ അർജുനായുള്ള വിലാപയാത്ര. പുളാടിക്കുന്നിൽ ഇപ്പോൾ നിരവധി പേർ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അവിടെ നിന്ന് കണ്ണാടിക്കലിലേക്കുള്ള വിലാപയാത്ര അതേത് രീതിയിലാകും? അവിടെ ആരെല്ലാം എത്തുന്നുണ്ട്? എന്തെല്ലാമാണ് വിവരങ്ങൾ? സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ അർജുൻ്റെ ജീവിതം പോലെ തന്നെ അർജുന് ഏറ്റവും നല്ല ഒരു അന്ത്യയാത്ര അത് നൽകുക എന്നത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഈ പൂളാടിക്കുന്നിൽ എത്തിയിരിക്കുന്ന അർജുൻ്റെ സഹപ്രവർത്തകർ, ലോറി ഡ്രൈവർമാർ, മറ്റ് ലോറി തൊഴിലാളികൾ, അർജുനെ സ്നേഹിക്കുന്ന ആളുകൾ എല്ലാവരും തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അതിരാവിലെ നേരത്തെ 6 മണിയോടെ പൂളാടിക്കുന്നിൽ എത്തുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതനുസരിച്ച് അതിരാവിലെ മുതൽ തന്നെ ആളുകൾ ഇവിടെ എത്തി അർജുനെ ഒരു നോക്ക് കാണാനായി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ അർജുനുമായുള്ള ആംബുലൻസ് പയ്യോളി പിന്നിട്ടിരിക്കുകയാണ്. പയ്യോളി പിന്നിട്ട് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിനകം തന്നെ പൂളാടിക്കുന്നിൽ എത്തിച്ചേരും. പിന്നീട് പൂളാടിക്കുന്നിൽ നിന്നാണ് ഈ ഒരു വിലാപയാത്ര ആരംഭിക്കുന്നത്. പൂളാടിക്കുന്നിൽ നിന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സഹപ്രവർത്തകരുടെ നേതൃത്വത്തിൽ, ലോറി തൊഴിലാളികളുടെ നേതൃത്വത്തിൽ വിലാപയാത്രയായി കണ്ണാടിക്കലിലേക്കെത്തും, അർജുൻ്റെ നാട്ടിലേക്കെത്തും. കണ്ണാടിക്കലിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ടാണ് ജനകീയ കൂട്ടായ്മയും ഈ സഹപ്രവർത്തകരും എല്ലാം ഒരുമിച്ച് വലിയ രീതിയിലുള്ള ഒരു യാത്ര, വിലാപയാത്രയാണ് അർജുന് നൽകാൻ പോകുന്നത്. കാരണം നേരത്തെ അഭിജിത്തും KR ഗോപികൃഷ്ണനും എല്ലാം പറഞ്ഞതുപോലെ അവിടെ നിന്നുള്ള പ്രതികരണങ്ങളെല്ലാം നമ്മൾ കേട്ടതുപോലെ അർജുൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ്. നാട്ടിലെ ഏത് പരിപാടിയിലും സജീവ പ്രവർത്തകനാണ്. എല്ലാവർക്കും പ്രിയപ്പെട്ടവൻ, വീട്ടുകാർക്ക് അതിലേറെ പ്രിയപ്പെട്ടവൻ, വീടിൻ്റെ അത്താണി. 20-ാം വയസ്സിൽ വളയം പിടിച്ച് ജീവിതഭാരം തലയിലേറ്റിയ ആളാണ്. കുടുംബത്തിൻ്റെ അത്താണി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് എത്രത്തോളം ആ വീടുമായി അല്ലെങ്കിൽ ആ നാടുമായിട്ടെല്ലാം അർജുൻ ബന്ധപ്പെട്ടിരിക്കും, അല്ലെങ്കിൽ അർജുൻ്റെ ഒരു ബന്ധം എങ്ങനെയായിരിക്കും എന്നത്. സമാനമായി തന്നെയാണ് ആ ഒരു നാട്ടിലെ ജനങ്ങൾക്കും അർജുനുമായുള്ള അടുപ്പം. അഭിജിത്ത് പറഞ്ഞതുപോലെ, നേരത്തെ അഭിജിത്ത് സൂചിപ്പിക്കുകയുണ്ടായി, ഈ തിരച്ചിൽ ഒരു ഘട്ടത്തിൽ നിർത്തുന്നു എന്ന ഒരു ഘട്ടം വന്നപ്പോൾ അവിടെ ഉണ്ടായ രാത്രി വൈകിയും അവിടെ ഉണ്ടായ ഒരു പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. ആ ഒരു പ്രതിഷേധം തന്നെ സൂചിപ്പിക്കുന്നതാണ് എത്രത്തോളം അർജുനോട് ഈ നാട്ടുകാർക്ക്, അവൻ്റെ കൂട്ടുകാർക്കെല്ലാം അർജുൻ എത്രത്തോളം പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ അന്ത്യയാത്ര എന്ന് പറയുന്നത് ഏറ്റവും നല്ല രീതിയിൽ അവന് യാത്ര കൊടുക്കുക, അന്ത്യയാത്ര കൊടുക്കുക എന്ന ഒരു ലക്ഷ്യം തന്നെയാണ് അവൻ്റെ സുഹൃത്തുക്കൾക്കുള്ളത്, സഹപ്രവർത്തകർക്കുള്ളത്. അതിനുള്ള ഒരുക്കങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അർജുൻ്റെ മൃതദേഹം അവിടെ നിന്നും ഗംഗാവലി പുഴയിൽ നിന്നും കിട്ടിയ ആ സമയം മുതൽ അവന് എങ്ങനെ യാത്രയയപ്പ് നൽകണം എന്ന ഒരു ആലോചനയിലായിരുന്നു. കാരണം അത്രമാത്രം അവിടുത്തെ നാട്ടുകാരുമായി ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അർജുൻ. അതുകൊണ്ട് ഒരു തരത്തിൽ പോലും കുറയരുത്, അല്ലെങ്കിൽ ഒരു തരത്തിൽ പോലും ആ ഒരു യാത്രയയപ്പ് ഒരു ഉണ്ടാവരുത് എന്ന് അവിടുത്തെ നാട്ടുകാർ ആലോചിച്ചിട്ടുണ്ട്, അവൻ്റെ കൂട്ടുകാർ ആലോചിച്ചു. അതുകൊണ്ട് തന്നെ ഏറ്റവും ഉചിതമായ ഒരു യാത്രയയപ്പ് അത് തന്നെയാണ് അവർ അർജുന് നൽകാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പൂളാടിക്കുന്നാണ്. പൂളാടിക്കുന്നിലേക്ക് അല്പസമയത്തിനകം, പയ്യോളി വിട്ട് കഴിഞ്ഞാൽ പിന്നെ അധിക സമയം എടുക്കില്ല ഈ പൂളാടിക്കുന്നിലേക്ക്. നാഷണൽ ഹൈവേൻ്റെ പണി നടക്കുന്നുണ്ടെങ്കിൽ പോലും കർണാടക പോലീസിൻ്റെയും നമ്മുടെ പോലീസിൻ്റെയും എല്ലാം എസ്കോർട്ട് കൂടിയാണ് ഈ വാഹനം കടന്നു വരുന്നത്. മന്ത്രിയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഇങ്ങോട്ട് എത്തിച്ചേരും. ഇവിടെ എത്തിയതിന് ശേഷം ആണ് കണ്ണാടിക്കൽ അർജുൻ്റെ ഗ്രാമത്തിലേക്ക് പോവുക. ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആണ് അവിടുന്ന് അങ്ങോട്ട് വിലാപയാത്ര. മറ്റ് ജനപ്രതിനിധികൾ, MK രാഘവൻ MP ഉൾപ്പെടെയുള്ള ആളുകൾ കണ്ണാടിക്കൽ നിന്നും ഈ ഒരു വിലാപയാത്രയുടെ ഭാഗമാകും. മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ വിലാപയാത്രയുടെ ഭാഗമാകുന്നുണ്ട്. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസമെല്ലാം നമ്മൾ കണ്ടതാണ്. ഈ ഒരു വാർത്ത അറിഞ്ഞ് അങ്ങോട്ട് കേരളത്തിൻ്റെ പല ഭാഗം, കോഴിക്കോട്ടുകാർക്ക് മാത്രമല്ല അർജുൻ ഇപ്പോൾ പ്രിയപ്പെട്ടവർ. ഈ കേരളക്കരയിലെ ഓരോ ആൾക്കാർക്കും തങ്ങളുടെ വീട്ടിലെ, കുടുംബത്തിലെ, അയൽ വീട്ടിലെ അല്ലെങ്കിൽ സഹോദരൻ ഒക്കെയായി മാറിയിട്ടുണ്ട് അർജുൻ ഇതിനകം തന്നെ. അതുകൊണ്ട് തന്നെ അർജുനെ യാത്ര അയക്കാൻ കേരളക്കാരെ ഒന്നാകെ ഇങ്ങോട്ട് എത്തിച്ചേരും എന്ന കാര്യം ഉറപ്പാണ്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ആ വീട്ടിലേക്ക് എത്തിയ ഒരു സ്നേഹം, അർജുനോടുള്ള സ്നേഹം നമ്മൾ കണ്ടതാണ്. 72 ദിവസത്തെ ഒരു തിരച്ചിൽ, ആ പ്രതിസന്ധികളെല്ലാം മറികടന്ന് അവനെ ലഭിച്ചപ്പോൾ ആ കുടുംബത്തിന് ആശ്വാസം. ശേഷക്രിയ ചെയ്യാനെങ്കിലും അവനെ കിട്ടിയല്ലോ എന്ന ഒരു ആശ്വാസം. തീരാവേദനയാണ് അർജുൻ്റെ വിടവെങ്കിൽ പോലും ചെറിയൊരു ആശ്വാസത്തിലായിരുന്നു കുടുംബം. ശേഷക്രിയ ചെയ്യാനെങ്കിലും അവനെ കിട്ടിയല്ലോ എന്നായിരുന്നു
അമ്മയും സഹോദരിമാരും എല്ലാം തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. അവൻ്റെ സുഹൃത്തുക്കൾ, നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലാം അവിടെ എത്തി അവരുടെ അടുത്ത് സംസാരിച്ച സമയത്ത് നിർത്താതെ പറയുന്നത് അവൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. അവൻ എങ്ങനെയാണ് ഓരോ ആളുകളടുത്തും ഇടപെട്ടത് എന്നതിനായിരുന്നു. നമുക്കറിയാം, ഈ ഒരു ചെറിയ പ്രായത്തിൽ 20ാമത്തെ വയസ്സിൽ ജീവിതഭാരം തലയിലേറ്റി പോകുന്ന ഒരു യുവാവ്, അവൻ എത്രത്തോളം പ്രതിസന്ധികളെ തരണം ചെയ്തായിരിക്കും ഇത്തരത്തിൽ ഒരു വീട് വെച്ചു. വീടിൻ്റെ കടങ്ങളെല്ലാം വീട്ടി വരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു വിയോഗം അവന് ഉണ്ടായിരിക്കുന്നത്. എന്തുതന്നെയായാലും അവൻ വന്ന് പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം തരണം ചെയ്ത് വീട്ടുകാരെ തനിക്ക് എങ്ങനെ നോക്കാൻ കഴിയുമോ അതിലും നന്നായി അവൻ നോക്കി ആണ് ഇത്തരത്തിൽ അവൻ എത്തിച്ചിട്ടുള്ളത്. അവൻ്റെ പ്രവർത്തനത്തെ വേണ്ടി നേരത്തെ KR ഗോപികൃഷ്ണൻ ക്ലബിലെ ആളുകൾ പറയുകയുണ്ടായി, ജോലി ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ജോലി കഴിഞ്ഞാൽ അവൻ ഓടിയെത്തുന്നത് ഈ ക്ലബിലേക്കാണ്. അവരുടെ കൂടെ ആ നാട്ടിലെ പ്രവർത്തനങ്ങളിൽ സജീവമാണ്, കുടുംബത്തിനൊപ്പം ഉണ്ടാവാറുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവരിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് അർജുൻ. അതുകൊണ്ട് തന്നെ നാട്ടുകാർ മാത്രമല്ല, കേരളക്കരയിലെ ആകെ ഇപ്പോൾ അർജുൻ ഒരു സഹോദരനാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുടുംബാംഗമാണ്, തൊട്ടടുത്ത വീട്ടുകാരാണ്. അതുകൊണ്ട് തന്നെ അവന് യാത്രയയപ്പ് നൽകുക എന്നത് കേരളക്കരയെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും തന്നെ ഈ കണ്ണാടിക്കലിലെ ഈ ഗ്രാമത്തിലേക്ക് ഒഴുകിയെത്തും. സ്മിത. മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ അർജുൻ്റെ മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് കോഴിക്കോട് കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിവേഗം ആംബുലൻസ് അവിടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കർണാടക കേരള പോലീസ് ഉദ്യോഗസ്ഥർ ആംബുലൻസിനെ അനുഗമിക്കുന്നുണ്ട്. കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിലുണ്ട്, ഈശ്വർ മാൽപേ ആംബുലൻസിൽ തന്നെയുണ്ട്. അങ്ങനെ ഒരു നാട് ഒന്നാകെ അർജുനൊപ്പമാണ്. അർജുൻ്റെ മൃതദേഹം മന്ത്രി AK ശശീന്ദ്രൻ്റെ നേതൃത്വത്തിൽ ഔദ്യോഗികമായി ഏറ്റുവാങ്ങുകയുണ്ടായി. കണ്ണൂർ കോഴിക്കോട് അതിർത്തിയിൽ വെച്ച് തോട്ടത്തിൻ്റെ രവീന്ദ്രൻ MLA യും KK രമ MLA ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. കോഴിക്കോട് ജില്ലാ കളക്ടർ ഉണ്ടായിരുന്നു. അർജുൻ്റെ വീട്ടിലേക്ക് രാവിലെ മുതൽ തന്നെ ആളുകൾ എത്തുന്നുണ്ട്. ദൂരസ്ഥലങ്ങളിൽ നിന്ന് തന്നെ ആളുകൾ അവിടേക്ക് വരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ അർജുനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി, അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ വലിയ ജനക്കൂട്ടം അവിടെയുണ്ട്. ആ റോഡിന് ഇരുവശവും ആളുകളുണ്ട്. പുളാടിക്കുന്നിൽ ആളുകൾ ഇപ്പോഴും കാത്തു നിൽക്കുന്നുണ്ട്. കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ വിലാപയാത്രയുടെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. അല്പസമയത്തിനകം അർജുൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ആ വിലാപയാത്ര പൂതാടിക്കുന്ന് പിന്നിട്ട് അർജുൻ്റെ കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് എത്തും. അർജുൻ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ നിരവധി ആളുകൾ അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്. അർജുനെയും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വഴിനീളെ അന്ത്യോപചാരം അർപ്പിക്കാനായി, അന്ത്യാഞ്ജലി അർപ്പിക്കാനായി നിരവധി പേർ കാത്തു നിൽക്കുന്നു. നേരം പുലർന്നു വരുന്നതേയുള്ളൂ. വഴിനീളെ നിരവധി പേർ പ്രിയപ്പെട്ട അർജുനെ ഒരു നോക്ക് കാണാനായി, അവസാന യാത്രാമൊഴി നൽകാനായി കാത്തിരിക്കുന്നവരെ നമ്മൾ കാണുന്നുണ്ട്. കണ്ണാടിക്കലിലെ കവലയിൽ എത്തിച്ചാൽ ഉടൻ അവിടെ നിന്ന് വിലാപയാത്രയായാകും കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് അർജുൻ്റെ മൃതദേഹം എത്തിക്കുക. വളരെ ചെറുപ്പത്തിൽ തന്നെ കുടുംബത്തിൻ്റെ അത്താണിയായി മാറിയ അർജുൻ അതിനുശേഷം നാടിനും വീടിനും പ്രിയപ്പെട്ടവനായി മാറി. മലയാളികൾക്ക് ഒന്നാകെ പ്രിയപ്പെട്ടവനായി മാറിയ അർജുനെ ഒരു നോക്ക് കാണാനായി വളരെ ദൂരെ നിന്ന് പോലും അതിരാവിലെ തന്നെ, നേരം പുലരും മുൻപേ തന്നെ കാത്തു നിൽക്കുന്നവരെ നമ്മൾ കണ്ടു. അല്പസമയത്തിനകം തന്നെ പുളാടിക്കുന്നിലേക്ക് വിലാപയാത്ര എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിലാപയാത്ര ഇപ്പോൾ അർജുൻ്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കൂടുതൽ വിവരങ്ങളുമായി അവിടെ നിന്ന് 24 റിപ്പോർട്ടേഴ്സ് ചേരും.